രമേശ് ചെന്നിത്തലയുടെ വിവാദ പരാമർശം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് പാണക്കാട്ട് അടിയന്തര ലീഗ് നേതൃയോഗം ചേർന്നത്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ ചെന്നിത്തലയ്ക്കെതിരെയും ആര്യാടൻ മുഹമ്മദിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ച യോഗത്തിന് ശേഷം പുറത്തുവന്ന പാർട്ടി ദേശീയ സെക്രട്ടറി ഇ.ടി. മുഹമ്മദ് ബഷീർ മാധ്യമങ്ങളോട് നിലപാട് വ്യക്തമാക്കി. അതായത് KPCC പ്രസിഡന്റിൻ്റെ ഇന്നലത്തെ പ്രസ്താവനയും അതിൻ്റെ തിരുത്തും ഞങ്ങൾ വിലയിരുത്തി. ഈ ഘട്ടത്തിൽ ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. UDF ബന്ധവും ലീഗ് കോൺഗ്രസ് ബന്ധവും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കവുമുണ്ട്. അത് നിലനിന്ന് പോകണമോ എന്ന് തീരുമാനിക്കേണ്ടത് എല്ലാവർക്കുമാണ്. അതിൽ കോൺഗ്രസിൻ്റെ പ്രത്യേക കാര്യം കോൺഗ്രസിന് തീരുമാനിക്കാവുന്നതാണ്. മുസ്ലിം ലീഗിൻ്റെ കാര്യം മുസ്ലിം ലീഗിന് തീരുമാനിക്കാവുന്നതാണ്. വിഷയം ജൂലൈ 4-ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിശദമായി ചർച്ച ചെയ്യുമെന്നും ഇ.ടി. മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ പക്ഷേ ലീഗ് നേതാക്കൾ തയ്യാറായില്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ഫോണിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ലീഗ് നേതാക്കൾ പാണക്കാട്ട് യോഗം ചേർന്നത്. വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ മറുപടി നൽകി ശീലമുള്ള ലീഗ് നേതാക്കൾ പക്ഷേ ഇവിടെ ബോധപൂർവമായ മൗനമാണ് പാലിച്ചത്. ഈ വിട്ടുവീഴ്ചാ തന്ത്രത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വരും ദിവസങ്ങളിൽ UDF മുന്നണിക്കകത്ത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് സൂചനകൾ. PC സൈഫുദ്ദീൻ, മീഡിയ 1, മലപ്പുറം.